KGNAയുടെ 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വേദിയൊരുക്കുകയാണ്. കാഞ്ഞങ്ങാട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ സംഘടനകളും സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് കേരളത്തിൽ കാഞ്ഞങ്ങാട്. സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ കേരളത്തിലെ എല്ലാ സന്നദ്ധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം സമ്മേളനങ്ങൾ ഇതിനകം നമ്മൾ കാഞ്ഞങ്ങാട് നടത്തിയിട്ടുണ്ട്. KGNAയുടെ സംസ്ഥാന സമ്മേളനവും ഇതിനു മുമ്പ് നമ്മൾ കാഞ്ഞങ്ങാട് നടത്തിയിട്ടുണ്ട്. ഇക്കുറി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വേദിയാണ്. വളരെ സന്തോഷപൂർവ്വമാണ് ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് പൊതു മേഖലയിൽ, പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ലോകത്തിന് മാതൃകയാകത്തക്ക നിലയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തെ വലിയ നേട്ടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവയവദാനം ഉൾപ്പെടെയുള്ള നമ്മുടെ തൊട്ടടുത്ത ജില്ലാശുപത്രിയിൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ പണ്ടൊക്കെ നമ്മൾ മംഗലാപുരത്തോ കോഴിക്കോടോ ഒക്കെ പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ ജില്ലാശുപത്രിയിലടക്കം സംവിധാനം ഒരുങ്ങിയാണ്. താലൂക്ക് ആശുപത്രി ആയാലും ജില്ലാശുപത്രി ആയാലും മെഡിക്കൽ കോളേജുകളായാലും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായാലും കമ്മ്യൂണിറ്റി സെൻ്ററുകളായാലും എല്ലാം ഒരു ജനകീയമായ നിലയിലേക്ക് കേരളത്തിൽ മാറിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം വളരെ ആശങ്കയോടുകൂടിയാണ് കേരളം കേട്ടത്. ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് വൻ പ്രാധാന്യം നൽകും എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ കവർന്നെടുക്കുമോ അല്ലെങ്കിൽ ഇല്ലാതാകുമോ? പാവപ്പെട്ടവരുടെ മുമ്പിൽ സർക്കാർ ആശുപത്രിയുടെ പടിവാതിലുകൾ എത്തുമ്പോൾ ആ പടിവാതിലുകൾ പൊട്ടിയടക്കപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കുറി KGNAയുടെ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വേദിയൊരുക്കുന്നത്. ഈ സമ്മേളനത്തിൽ ആരോഗ്യ മേഖല അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഘാടക സമിതി എന്ന നിലയിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന സമ്മേളനം ചരിത്ര സംഭവമാക്കുക എന്നതാണ് സംഘാടക സമിതിയുടെ ഉത്തരവാദിത്വം. 27, 28 തീയതികളിൽ നടക്കുന്ന സമ്മേളനം, പ്രതിനിധി സമ്മേളനം, യാത്രാ സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള എല്ലാ സമ്മേളനങ്ങളും വളരെ ഭംഗിയോടുകൂടി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. കാഞ്ഞങ്ങാട്ടെയും കാസർഗോഡ് ജില്ലയിലെയും മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായവും ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് ഉണ്ടാകുമെന്ന് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു.